ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കട്ട് വർക്കാണ് കാണിക്കാനായിട്ട് പോകുന്നത്. കട്ട് വർക്ക് ചെയ്തതല്ല, നമ്മൾ കട്ട് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം മുതൽ നമ്മൾ കുറച്ചൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇത് നമ്മൾ കട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ നെക്കാണ് കേട്ടോ. ചുരിദാറിൻ്റെ നെക്കാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്തിട്ടുള്ള നെക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ നമ്മൾ കട്ട് വർക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള വർക്കാണ് കട്ട് വർക്ക്. അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം മുതൽ കട്ട് വർക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ കട്ട് വർക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മെഷീൻ കട്ട് വർക്ക് നമ്മൾ പഠിച്ചു തുടങ്ങാമെന്നല്ലേ പറഞ്ഞത്. ഇതാണ് എൻ്റെ മെഷീൻ. നമുക്കിതിനകത്ത് കട്ട് വർക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ മെഷീൻ്റെ ബാലൻസാണ്. നമുക്ക് ചവിട്ടുമ്പോൾ ബാലൻസ് ചെയ്ത് കട്ട് വർക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് നല്ല ബാലൻസ് വേണം. അപ്പോൾ ബാലൻസ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, നമ്മുടെ മെഷീൻ നമ്മൾ ചവിട്ടി അങ്ങ് പോകുമ്പോൾ പക്ഷെ നമ്മൾ കട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ബാലൻസ് ആണ് കേട്ടോ. മെഷീൻ നമുക്കിങ്ങനെ ചവിട്ടി ഒന്ന് ഇങ്ങനെ ഈ ഒരു ബാലൻസ് വരണം. നമ്മുടെ കൺട്രോളിലായിരിക്കണം അത് നമുക്ക് വേഗം എളുപ്പമൊന്നും കിട്ടില്ല, പതുക്കെ പതുക്കെ കിട്ടുള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഈ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റും. ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഈ ഒരു ലെവലിലോട്ട് എന്തായാലും എത്താൻ പറ്റും. നമ്മൾ പതുക്കെ ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി, നമുക്ക് ഈ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് വർക്ക് ചെയ്യാൻ പഠിക്കണ്ടേ. അപ്പോൾ നേരത്തെ ഉള്ള ഷോർട്സിലുമൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളിതിൻ്റെ പല്ലൊക്കെ ഊരി എടുക്കുന്നതെന്നൊക്കെ. അത് വേറൊരു ദിവസം ഞാൻ വീഡിയോ ആയിട്ട് പിന്നെ ഞാനൊരു ദിവസം കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ റൗണ്ട് ഫ്രെയിം കണ്ടില്ലേ, ഈ റൗണ്ട് ഫ്രെയിം വേണം. നമുക്ക് പഠിക്കുമ്പോഴത്തേക്കും ഈ റൗണ്ട് ഫ്രെയിമിൽ ഈ ഒരു ഭാഗമില്ലേ, നമ്മൾ സ്ക്രൂ വിട്ട് മുറുക്കുന്ന ഭാഗം, അത് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു ഫ്രെയിം എടുക്കാം. ഓക്കെ, ഈ ഫ്രെയിം എടുത്തിട്ട് ഇതിൻ്റെ ഒത്ത നടുക്കായിട്ട് അപ്പുറവും ഇപ്പുറവും നടുക്കായിട്ട് നടുക്കെന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ നടുക്കല്ല, ഈ ഫ്രെയിമിൻ്റെ നടുക്കായിട്ട് നമുക്ക് ടോയിൻ വെച്ച് കെട്ടിക്കൊടുക്കാം. ഞാൻ ഈ പേൾ കോട്ടൺ ത്രെഡാണ് നമുക്ക് ടോയിനായിട്ട് ഞാൻ എടുക്കുന്നത് കെട്ടാനായിട്ട്. നമ്മൾ മുറുക്ക് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ സൗകര്യം പോലെ മുറുകിയിരിക്കണം. സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഒരു കെട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കെട്ടി മുറുക്ക് കെട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അത് നേരെ വലിച്ചെടുത്ത് ഇപ്പുറത്തും അതുപോലെ നമുക്ക് ഈ അറ്റവും അതുപോലെ കെട്ടിക്കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കാം. കെട്ടാനായിട്ടുള്ള ഇത് വിട്ട് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വലിച്ച് കെട്ടിക്കൊടുക്കാം. ലൂസാക്കി നിർത്തണ്ട, നന്നായിട്ട് വലിഞ്ഞ് ടൈറ്റായിട്ടിരുന്നോട്ടെ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് നമുക്കത് കെട്ടിക്കൊടുക്കാം.
അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അഴിഞ്ഞു പോകാത്ത വിധം 2 സൈഡും നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ മെഷീൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ വച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, നമ്മൾ ഈ ടോയിനില്ലേ, ഈ ടോയിൻ്റെ ഇപ്പുറത്തും കുത്തണം, അതുപോലെ തന്നെ അടുത്ത കുത്ത് വരുന്നത് ഇപ്പുറത്തെ സൈഡിലും ആയിരിക്കണം. നമ്മൾ ഈ കൈ കൊണ്ട് ഇതിങ്ങനെ മാറ്റി കൊടുക്കണം. കണ്ടില്ലേ, കണ്ട കണ്ട കണ്ടോ? അങ്ങനെ ഒരു കുത്ത് ഇവിടെ ആണെങ്കിൽ അടുത്തത് നമ്മളിങ്ങോട്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ കൈയുടെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വിരൽ ഇതിങ്ങനെ പിടിക്കുക, ഒരു കൈ കൊണ്ട് ഒരു വിരൽ ഈ ഭാഗത്തുള്ള വിരൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഇതാ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും നമ്മൾ നല്ല ബലമായിട്ട് പിടിച്ചു കൊടുക്കുക. ഇപ്പുറത്തെ വശത്തും ഇതാ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ഈ കൈ കൊണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു വിരൽ കൊണ്ട് ഇത് ഇവിടെ 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 ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയും പിടിച്ചു കൊടുക്കണം. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു തൊട്ട് ഇവിടെ 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 അങ്ങനെ ഈ ഒരു നൂലിൻ്റെ അപ്പുറവും ഇപ്പുറവും വേണം തയ്ക്കാൻ. അങ്ങനെ ആദ്യമൊന്നും നമുക്കത് പറ്റില്ല, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നമുക്കത് നല്ല സ്പീഡിൽ വരണം. അതാണ് ആദ്യത്തെ നമ്മുടെ കട്ട് വർക്ക് പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് നല്ല പ്രാക്ടീസിൽ ഞാനെൻ്റെ മോട്ടറിൽ എൻ്റെ മെഷീനിൽ മോട്ടർ വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചാണ് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പം മോട്ടറൊക്കെ വെക്കുന്ന നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ മോട്ടറൊക്കെ ഇട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ബെൽറ്റിട്ട് സാധാരണ പോലെ പഠിക്കാവുള്ളൂ. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിങ്ങനെ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പതുക്കെ അതനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഈ കൈ കൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ അനക്കി കൊടുക്കണം. അപ്പുറം അതിൻ്റെ വരുന്നതനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും നീക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരിക്കലും ഇതിൻ്റെ മേളിൽ സൂചി കൊള്ളാൻ പാടില്ല. ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി അടുത്ത ലെവലെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നൂലൂടെ കെട്ടിക്കൊടുക്കണം, 2 നൂലായിട്ട്. എന്നിട്ട് ആ 2 നൂലിൻ്റെ അപ്പുറം ഇപ്പുറം തയ്ക്കാൻ നോക്കണം. എന്നുവെച്ചാൽ ആ നൂലിൻ്റെ ഇടയിലോട്ട് സൂചി പോകാൻ പാടില്ല. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു തുണി ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നൂടെ കാണിച്ചു തന്നിട്ട്
നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് തയ്ക്കാനായിട്ട് നമ്മളൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ടിയുള്ള തുണി എടുക്കണം. നമ്മൾ കട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേനും കോട്ടൻ്റെ കുറച്ച് കട്ടിയുള്ള തുണി എടുക്കാനായിട്ട് ആദ്യമേ ചെയ്യുമ്പോൾ കോട്ടണിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഷിഫോണൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ തെന്നിയൊക്കെ പോകും. അതുകൊണ്ട് കോട്ടൺ തന്നെ എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിനകത്ത് തുണിയിൽ എങ്ങനെയാണ് ഈ റൗണ്ട് ഫ്രെയിം ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഈ റൗണ്ട് സ്ക്രൂ ഇല്ലാത്ത ഭാഗം നമ്മൾ അടിയിൽ വെച്ചിട്ട് തുണി മേളിൽ വെച്ച് സ്ക്രൂ ഉള്ള ഭാഗം മേളിൽ വെച്ച് ഇങ്ങനെയാണ് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഫ്രെയിം ഇടുന്നതെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. നമ്മുടെ ഈ സ്ക്രൂ മുറുക്കുന്ന ഭാഗം നമ്മൾ തുണിയുടെ അടിയിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ തയ്ക്കുന്ന നല്ല വശം മേളിലോട്ടിട്ട് നമ്മൾ ഈ ചെറിയ അതിൻ്റെ കൂടെയുള്ള ഫ്രെയിം, സ്ക്രൂ ഇല്ലാത്ത ഫ്രെയിം മേളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യണം. നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ തയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. എന്നിട്ട് ഈ സ്ക്രൂ ഒന്ന് നമുക്ക് മുറുക്കി കൊടുക്കാം നല്ല രീതിയിൽ. വലിഞ്ഞൊന്നും പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ സ്ക്രൂ ഒന്ന് നന്നായിട്ട് മുറുക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി. കോട്ടൻ്റെ തുണി വെച്ച് തയ്ച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കോട്ടൻ്റെ തുണി എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇത് കട്ട് വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ടിപ്പൊക്കെ പറഞ്ഞു തരുന്നത്. പഠിച്ചു കഴിഞ്ഞവർക്ക് ഇതൊക്കെ ഒരു ഓർമ്മ പുതുക്കലും ആകാം. ഓക്കെ. നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ അടിനൂലിട്ട് കൊടുത്തു, നൂലിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ സൂചി എടുത്തു. ഓക്കെ. നമുക്ക് നേരെ ഒന്ന് തയ്ച്ച് നോക്കാം. നേരെ തയ്ച്ച് നോക്കി. നമ്മൾ നല്ലതായിട്ട് ടൈറ്റാക്കി വലിച്ചിട്ടത് കൊണ്ട് ഈ നൂല് ഇവിടെ തുണിയൊന്നും വലിഞ്ഞ് അതൊരു വൃത്തികേടായിട്ട് മാറിയില്ല. കണ്ടോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടോയിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ടോയിൻ തന്നെ വെച്ച് നോക്കാം. നമുക്ക് ഈ ടോയിൻ നമുക്ക് തയ്ക്കേണ്ട ടോയിന് ആദ്യമേ നമ്മൾ വെച്ച് കൊടുക്കണം. കണ്ടോ? അതിനുശേഷം ആ ഒരു സ്റ്റെപ്പ് നമുക്ക് പുറകിലോട്ട് ഈ ടോയിൻ ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ മുകളിലൂടെ നോക്കുമ്പോൾ
കണ്ടില്ലേ, ഇങ്ങനെയാണത് വരുന്നത്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ടൊയിനാണ് കൊടുത്തത്. നമ്മൾ മേൽനൂലായിട്ട് നൂല് കൊടുത്തത് റെഡുമാണ്. കണ്ടോ, ഇങ്ങനെയായിരിക്കും നമ്മുടെ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കിന് വരിക. കണ്ടില്ലേ, അടുപ്പിച്ച് തയ്ച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ച് നമ്മളതിനെ ഫുള്ള് കവർ ചെയ്തു. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്. ഈ ഒരിത് ഇങ്ങനെ നേരെ ആദ്യമേ തയ്ച്ച് പഠിക്കണം. അതിന് ശേഷം വേണം ബാക്കിയൊക്കെ ഉള്ളത് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.